ഹലോ ഹായ്. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സ്വാഗതം. ഇന്ന് നമ്മളെങ്ങോട്ടാ? നമ്മൾ തട്ടേക്കാട് ബേർഡ് സാങ്ച്വറി. ഞാൻ പോയിട്ടില്ല തട്ടേക്കാട്. അതുകൊണ്ട് എനിക്ക് ഇതിനെക്കുറിച്ച് ആധികാരികമായിട്ട് സംസാരിക്കാൻ അറിഞ്ഞൂടാ. അവിടെ പോയിട്ട് വേണം എനിക്കറിയാം. ബേർഡ് സാങ്ച്വറി ആണെന്ന് അറിയാം. അല്ലാതെ കൂടുതലായിട്ടൊന്നും അറിയില്ല. അവിടെ എന്തുണ്ട് എങ്ങനെയാണെന്നൊന്നും അറിയില്ല. ഇപ്പോൾ ബേർഡ്സിന്റെ മൈഗ്രേഷൻ നടക്കുന്ന സീസണാണ് നവംബർ ടു ഫെബ്രുവരി. സോ നമുക്ക് ഡിഫറെന്റ് ജോഗ്രഫിക്കൽ ഏരിയയിൽ നിന്നുള്ള പക്ഷികളെയൊക്കെ കാണാൻ സാധ്യതയുണ്ട്. അപ്പൊ ഒന്ന് പോയി നോക്കാം. അവിടെ കാണാൻ സാധ്യതയുള്ള അല്ലെങ്കിൽ കാണുന്ന കാഴ്ചകൾ നിങ്ങൾക്ക് മുമ്പിൽ ഞങ്ങൾ കൊണ്ടുവരും. അതെ, എന്തായാലും ഏരിയ വൈസ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഇങ്ങനെ പോകുന്ന റൂട്ടൊക്കെ ഭയങ്കര ഇഷ്ടമായി. നല്ല രസമുണ്ട്. കുറച്ച് കാടും എന്താണ് ഇതൊക്കെ അല്ലേ, ഒരു കാട് പോലത്തെ അറ്റ്മോസ്ഫിയർ അല്ലല്ലോ. നല്ല രസമുണ്ട്, വഴിയൊക്കെ നല്ല രസമുണ്ട്. ഇപ്പൊ ആ ഒരു ഹൈവേന്ന് ഇറങ്ങിയിട്ട് നമ്മളിപ്പം ജസ്റ്റ് ചെറിയ ചെറിയ രീതിയിലുള്ള ഒരു കാട് ഫീൽ കിട്ടുന്നുണ്ട്. ഇപ്പൊ സമയം എന്തായി? സമയം ഇപ്പൊ 7 മണി കഴിഞ്ഞ് 9 മിനിറ്റ്. ഈ ഒരു സമയവും ഈ ഒരു വൈബും നല്ല രസമുണ്ട്. ഞങ്ങള് രാവിലെ എഴുന്നേറ്റു ഇതിനു വേണ്ടിയിട്ട്. അത് മാത്രമേ ഉള്ളൊരു ബുദ്ധിമുട്ട്. പക്ഷെ രസമുണ്ട്. ഈ ഒരു അറ്റ്മോസ്ഫിയറും ഈ ഒരു ലൊക്കാലിറ്റിയും എല്ലാം കൂടി കൂടുമ്പോൾ നല്ല രസമുണ്ട്. ഇതുവരെ വരാത്തവരാണെങ്കിൽ ഈ റൂട്ടൊക്കെ ഒന്ന് വന്ന് നോക്ക്, നല്ല രസമുണ്ട്. ഡ്രിങ്കിങ് വാട്ടർ, ഓ ആ വനത്തിലോട്ട് പോകണം അല്ലേ? മലയണ്ണാനാണത്, മലയണ്ണാൻ. എടുത്തോ, നീ എടുത്തോ അതിനകത്ത്. നല്ല രസമുണ്ടല്ലേ ഈ സ്ഥലം കാണാൻ. പിന്നെ വേറെ ഏതൊരു ലോകം. നല്ല വൈബാല്ലേ, നല്ല ബാക്ക്ഗ്രൗണ്ട്. ആ ഒരു കിരീടൊക്കെ സൂര്യൻ ഇങ്ങനെ ഉദിച്ച് ആ സൂര്യന്റെ അവിടെയൊക്കെ നല്ല ഭംഗിയില്ലേ. ഒരു മലയും
പക്ഷികളുടെ ചൂപ്പിങ്ങൊക്കെ കേൾക്കുന്നുണ്ട്. കുറേ കഴിയുമ്പോൾ കഴുത്ത് വേദന എടുക്കുമായിരിക്കില്ലേ? എപ്പോഴും നോക്കി നോക്കി സൗണ്ട് മാത്രമേ കേൾക്കുന്നുള്ളൂ. ചെറിയൊരു തടാകം അല്ലേ? ലക്ഷ്മി, അദ്ദേഹം പറഞ്ഞതെന്ന് വെച്ചാലേ ഈ ആനയുണ്ട് അവിടെ കുറച്ച് അകലെയായിട്ട്. കുറച്ച് പേര് അധികം അങ്ങോട്ട് പോയിട്ടുണ്ട്, പക്ഷേ ഉള്ളിലോട്ട് ഒത്തിരി പോകണ്ടെന്ന് പറഞ്ഞു. പക്ഷേ ഒരു സേഫ് ഡിസ്റ്റൻസിൽ വെച്ച് കാണാൻ പറ്റുമെന്നെങ്കിൽ ദാറ്റ് വുഡ് ബി സ്പെക്ടാക്കുലർ വ്യൂ. എനിക്ക് വേണ്ട. ഇത് ഇലക്ട്രിക് ഫെൻസ് ആണെന്നാണ് തോന്നുന്നത്, പക്ഷേ ഇപ്പം കറണ്ടൊന്നും ഉണ്ടാവില്ല. ലക്ഷ്മി, ആനപ്പിണ്ടം. ആനയുടെ മണം വരികയാണെങ്കിൽ ശ്രദ്ധിക്കണം. എനിക്കറിഞ്ഞൂടാ ആനയുടെ മണം. നമ്മൾ ഉത്സവത്തിനൊക്കെ പോകുമ്പോൾ ആനയുടെ മണം വരാറില്ല. അത് തന്നെ ഞങ്ങൾ അടുത്തവിടെ നിൽക്കുന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റില്ല. അവർ നന്നായിട്ട് നമ്മൾ സ്പോട്ട് ചെയ്യുകയും ചെയ്യും. പുലി സ്കൂള് പൂട്ടിയിട്ട് വെക്കേഷൻ വരിക്കാന്നാണ് ഞാൻ പറഞ്ഞത്. ഇതാ കിടക്കുന്നു അധികം പഴക്കമില്ലാത്ത ആനപ്പിണ്ടം. നമുക്കൊന്നും കൂടി ഒന്ന് ആലോചിക്കാറുണ്ട്, പോണോ വേണ്ടി. എങ്ങോട്ടാ ഏതാണെന്ന് എനിക്ക് വലിയ പിടിയൊന്നുമില്ല. ചെറിയൊരു നീർച്ചാലാണുള്ളത്. ഇവിടെ എന്തോ കുറച്ചധികം പക്ഷികളുണ്ടെന്നുള്ള സൗണ്ട് കേൾക്കുന്നുണ്ട്. രണ്ടിനെങ്കിലും വിളിച്ച് വെച്ചാണാവോ? കുറച്ച് പക്ഷികളുണ്ട് ചെറുത. നമ്മുടെ വീട് ഒരു മിനി തട്ടേക്കാളാട്ടോ. അല്ലേ? എന്തൊക്കെ തരത്തിലുള്ള പക്ഷികൾ കാണാറുണ്ട്.
ഉള്ളൂ പതുക്കെ. സത്യം പറഞ്ഞാൽ ഈ സമയത്ത് തന്നെ എല്ലാവരും വരണം കേട്ടോ. ഈ ഒരു മോർണിംഗ് ടൈം ശരിയാ, 7-ന് ശേഷം അല്ലേ, 7 o'clock ഓപ്പൺ ആവുക. ആ അപ്പോൾ വന്നാലേ നമുക്ക് ഈ ഒരു ക്ലൈമറ്റും രാവിലെ അല്ലെങ്കിൽ തന്നെ നമ്മൾ വീട്ടിലൊക്കെ എണീക്കുമ്പോൾ തന്നെ വേറൊരു വൈബാണ് നേരത്തെ എഴുന്നേൽക്കുമ്പോൾ. പിന്നെ ഇങ്ങനെയുള്ള സ്ഥലത്ത് വരുമ്പം കുറച്ചും കൂടി രസമായിരിക്കും. അത് മാത്രമല്ല വെയിൽ ഒരുപാട് വന്നു കഴിഞ്ഞാൽ ഒരു സുഖം ഉണ്ടാവില്ല. ഇവിടെ അധികം നമുക്ക് ചൂടെടുക്കാറിയായിരിക്കാം. അല്ല, യാത്ര ഉണ്ടാവുമല്ലോ. ആ ഈ ഭാഗത്തൊക്കെ ഭയങ്കര ഇതൊന്ന് ഫീലിങ്സ് ഒക്കെ എടുക്കുന്ന എവിടെയാന്ന് തോന്നുന്നില്ലേ? കുറേയൊക്കെ എടുക്കോ ആയിരിക്കും, ഇവിടെയൊക്കെ ഉണ്ടാവും, കുറേ ഉണ്ടാവും. ഈ വഴിക്ക് പോകണോ? വേണ്ട, എനിക്ക് അവിടെ ആനപ്പിണ്ടം കണ്ടതോടുകൂടി അങ്ങോട്ടുള്ള യാത്രയ്ക്കൊരു എൻ്റെ തീരുമാനമായി. ഇതാണ് മറ്റേ വാച്ചർ പറഞ്ഞ ആ ഫെൻസ്, ഇത് ക്രോസ് ചെയ്ത് പോകരുതെന്ന്. ഈ ഭാഗത്ത് എവിടെയാണ് ഇത് ക്രോസ് ചെയ്യുന്നത് പോയിട്ട് ഓവറോൾ നമുക്ക് നല്ല രസമുണ്ട്, ഒരു വൈബാണ്. ഏർലി മോർണിംഗ് എത്തിയതിൻ്റെ ഒരു ഗുണമാണ്, ഒരു ഫ്രഷ്നെസ് ഉണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ എനിക്ക് ഈ പറഞ്ഞ കാര്യം ഭയങ്കര ചൂടൊക്കെ ആയിരിക്കും, ഇങ്ങോട്ടുള്ള ട്രാവലിങ്ങും ബുദ്ധിമുട്ടാവുമല്ലോ. മീൻ ചൂടും കാര്യങ്ങളും തന്നെ അല്ല, റോഡൊക്കെ നല്ലതാ, റോഡ് നല്ലതാ, നല്ല റൂട്ടാണ്. പിന്നെ ഇവിടുത്തെ സ്റ്റാഫൊക്കെ നല്ല ഫ്രണ്ട്ലിയാണ് കേട്ടോ. ഒരു കാര്യങ്ങളൊക്കെ നന്നായിട്ട് പറഞ്ഞു തരും, മാക്സിമം നമുക്ക് സപ്പോർട്ടീവായിട്ട് തന്നെ നിൽക്കുള്ളൂ. ഫോറസ്റ്റ് ഓഫീസേഴ്സ് ഒക്കെ കാര്യങ്ങൾ വിശദമായിട്ട് പറഞ്ഞു. പിന്നെ ഇവിടെ വരുന്നവരോട് എനിക്കുള്ളൊരു റിക്വസ്റ്റ് എന്ന് വെച്ചാൽ ഇവിടെ ഫെൻസ് ഒക്കെ ചെയ്തിട്ടുണ്ട്, അതൊന്നും ആരും ബ്രേക്ക് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും പോകരുത്. നമ്മുടെ സേഫ്റ്റിയാണ് എല്ലാത്തിനേക്കാളും മുഖ്യം. അപ്പോൾ അതൊന്ന് എല്ലാവരും കൺസിഡർ ചെയ്യണം. എക്സൈറ്റ്മെൻറ്റ് കൊണ്ടോ അല്ലെങ്കിൽ റീൽസ് കിട്ടാനോ ഷോർട്സ് കിട്ടാനോ ഒക്കെ വേണ്ടിയിട്ട് എല്ലാവരും ഈ ഫെൻസൊക്കെ കടന്ന് പോകുന്നുണ്ടാവും, പക്ഷെ ഒട്ടും സേഫ് അല്ല അത്. അപ്പോൾ അവർ പറയുന്ന പോലെ തന്നെ എല്ലാം ചെയ്യുക. അതിനല്ല, അത് ഫെൻസ് ഇലക്ട്രിക് ഫെൻസാണ്. അപ്പോൾ ഏത് സമയത്താണ് അതിനകത്ത് കറണ്ട് ഉണ്ടാവുക നമുക്ക് പറയാൻ പറ്റില്ല. പിന്നെ ഇവിടെ ആന എപ്പോഴും ഇറങ്ങുന്നുണ്ടെന്നും പറയുന്നുണ്ടല്ലോ. ആനയുണ്ട്, നമ്മൾ കണ്ടതല്ലേ ഇപ്പോൾ അതിൻ്റെ ആനയുടെ ആനപ്പിണ്ടൊക്കെ ഉണ്ടായിരുന്നു. എല്ലാവരും അത് ശ്രദ്ധിക്കണേ. ഇവിടെ വരുമ്പോൾ നല്ല രസമാണ്, റീൽസ് എടുക്കാനുള്ള കുറേ സ്ഥലങ്ങളൊക്കെ ഉണ്ട്, ഇപ്പം ഒരുപാട് സ്ഥലങ്ങളുണ്ട്. പക്ഷെ അങ്ങോട്ടേക്ക് പോകുമ്പോൾ കുറച്ചും കൂടി കാടായി, അത് കുറച്ചും കൂടി എക്സൈറ്റ്മെന്റ് ആവും. കുറച്ചും കൂടി അത്യാവശ്യം ഡെൻസ് ഫോറസ്റ്റ് തന്നെയാണ്. നോക്കൂ, അത്യാവശ്യമല്ല, നല്ല ഡെൻസാണ്. ഇപ്പോൾ പോയാൽ വെച്ചിട്ട് എനിക്ക് തോന്നുന്നു ഇതാണ് അല്ലേ. നമ്മളിപ്പോൾ പോയിട്ടുള്ള സ്ഥലങ്ങളിൽ നോക്കുകയാണെങ്കിൽ നമ്മളിങ്ങനെ ഇറങ്ങി നടക്കാറില്ലല്ലോ, പ്രത്യേകിച്ച് നമ്മൾ വണ്ടികളിലായിരിക്കും. അപ്പോൾ നമ്മളിങ്ങനെ കാണും. ഇപ്പോൾ വയനാട് ഭാഗമാണെങ്കിലും ഒക്കെ. അതുമാത്രമല്ല, ഇപ്പോൾ ഈ രാവിലെ തന്നെ നല്ല ഫ്രഷ് ഓക്സിജൻ, ഒട്ടും പൊല്യൂഷനൊന്നും ഇല്ലാതെ, അതൊരു പ്രത്യേക സുഖമാണ്. എല്ലാവരും ഈ ഒരു സമയത്ത് വരാൻ ശ്രമിക്കുക, നല്ലതാണ്. ഒരു 7 ഓപ്പൺ ആവണം കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട്